ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരോടുകൂടി പോയി പറഞ്ഞേക്ക്, ഈ വക വെടിക്കേട്ടുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. പാറ പൊട്ടിക്കുന്ന തോട്ടയെടുത്ത് ഞാൻ തീർത്തു കളയും. ഓർത്തോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അവസരം ഇപ്പൊ അനുകൂലമായിട്ട് വന്നിരിക്കുക. ഈ സമയത്ത് രുക്മിണി പതുക്കെ സേവ കൂടി അവരുടെ വീട്ടിലേക്ക് കയറണം. പിന്നെ പണി അങ്ങ് തുടങ്ങ. ശരി അംബികെ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. ആ അമ്മണിക്കളവിയല്ലേ, ഒരു കാര്യത്തിലും അടുപ്പിക്കരുത്. സൂക്ഷിക്കണം. 10 തലയാ അവർക്ക്. അല്ലെങ്കിലും ആ ശവത്തിനൊന്നും ഞാൻ അടുപ്പിക്കില്ല അംബികെ. എന്നാ തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. ആ ശരി അംബികെ. ദാ വേണോട്ടാ. വിഷമിച്ചിരിക്കുകയാണോ? പിന്നെ വിഷമമില്ലാതിരിക്കൂടി. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീയും ഞാനും അല്ലേ? വേണോട്ടാ, മോൻ ഒച്ചയെടുത്ത് സംസാരിച്ചതിനൊന്നും വേണോട്ട് വിഷമിക്കണ്ട. അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിലങ്ങ് പറഞ്ഞു പോയതല്ലേ. മറ്റാരെങ്കിലും വേണുവേട്ടനെ എന്തെങ്കിലും പറഞ്ഞ ഞാനങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. പക്ഷെ ഇന്നലെ ഞാനത് വേണ്ടെന്ന് വെച്ചത് മനഃപൂർവ്വ. അവൻ പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ലടി. ജീവിതത്തിൽ ആദ്യമായിട്ടാ അവൻ എന്നോട് ദേഷ്യപ്പെടുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മക്കളുടെ ഭാവി ജീവിതത്തിന് ആപത്ത് വരുമെന്ന് തോന്നിയ ചില സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന് ഞാൻ വിലക്കി. വേണോട്ടാ, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, അറിയാനൊട്ട് ആഗ്രഹമില്ല. എന്നാലും ഋതുമോളുടെ പ്രശ്നത്തില് എന്തെങ്കിലും വാസ്തവമുണ്ട് വേണോട്ടാ. ഒരു വാസ്തവമില്ലടി. ആ കൊച്ചി എന്തോ കേട്ട് തെറ്റിദ്ധരിച്ചതാ. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തൂടെ? അതൊന്നും പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. വരട്ടെ, പറഞ്ഞു മനസ്സിലാക്കാം. എന്താണ് നവദമ്പതികൾ ഇങ്ങനെ ഇണപ്രാവുകളെ പോലെ കൊക്കുരുമേരെന്ന് കിന്നാര വർത്തമാനം പറയുന്നത്? വന്നു എന്റെ വായെന്ന് വല്ലതും കേക്കാൻ. മനുഷ്യൻ വിഷമിച്ച് പോഞ്ഞിരിക്കുമ്പോഴാ അവരുടെ ഒരു ഊള വർത്താനം. അയ്യോ, നിങ്ങൾ എന്തിനു പോകുന്നത്? നിങ്ങളുടെ ഉത്തരവാദിത്വം ഒക്കെ കഴിഞ്ഞില്ലേ? മൂത്ത മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച്, മറ്റൊരു മകളെ ആ രുക്മിണിയുടെ മോന്റെ പെടലിയിൽ വെച്ച്, പിന്നെ ഒരു മോനുള്ളതിന് ആ വർമ്മ സാറിന്റെ മോളുടെ ജീവിതത്തിലേക്ക് നടക്കടിച്ച്. ഞാൻ നിങ്ങളുടെ തലക്കടിക്കും, പറഞ്ഞേക്കാം. തേമ്മേ, പല പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. ഇനി ഈ മാതിരി വർത്താനം ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞങ്ങള് നിങ്ങളെ പോലെയാവും. ഒളമുട്ടിയ ചേരയും കടിക്കും. അല്ല, എന്താ ഒരു വഴക്ക്? ഓ, ഇവരുമായിട്ടായിരിക്കും വഴക്ക്. ഇവരുടെ നാക്ക് വലിയ പ്രശ്നം. ഒരു വിധത്തിൽപ്പെട്ട മൃഗങ്ങളെയൊക്കെ മനുഷ്യൻ മെരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നാക്കെന്ന വന്യമൃഗത്തെ മെരുക്കാൻ ഇതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. രുക്മിണി എന്താ ഇറങ്ങിയത്? പടപിടിപ്പിക്കാനാണോ? ഞാൻ വന്നത് അതിനൊന്നും അല്ല മുണ്ടക്കലമ്മേ. മനുഷ്യന് ഓരോ ആപത്ത് വരുമ്പോ പഴയ പിണക്കവും വെച്ചോണ്ടിരിക്കാൻ പറ്റൂ? ആ, പിണക്കവും വഴക്കവും ഒക്കെ അങ്ങനെ തന്നെ കിടക്കും. അകലത്തുള്ള ബന്ധുവിനേക്കാൾ നല്ലത് അയൽക്കാരനായ ശത്രു തന്നെയാ. ആ, എന്റെ രാധമ്മയുടെ വേണോട്ടന്റെ കുടുംബത്തിൽ ഒരു അനിഷ്ടത വന്നാ ഞാൻ പഴയ പിണക്കമൊക്കെ വെച്ചോണ്ടിരിക്കോ? ഒക്കെ മറന്നു കളയും. അരിഷ്ടതയാ?
ആർക്ക്? ആ പണ്ട് രാജു രമ്യയെ കല്യാണം കഴിക്കാതെ പറ്റിച്ചപ്പോഴേ എനിക്ക് ഋതികയോട് കുറച്ച് വൈരാഗ്യമൊക്കെ തോന്നി. പക്ഷേ അതിന് ഇതുപോലെ ഒരു തിരിച്ചടി കിട്ടിയപ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നില്ലെങ്കിൽ അത് മോശമല്ലയോ? ഋതുമോൾക്ക് തിരിച്ചടി കിട്ടിയെന്നോ? രുക്മിണി എന്താ പറഞ്ഞു വരുന്നേ? മനസ്സിലായില്ല. എന്താ രാധമേ ഇത്? ഋതിക മോളുടെ പ്രശ്നങ്ങളൊക്കെ ഇതിനകം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതെ, വിഷമിക്കരുതെന്ന് ആ കൊച്ചിനോട് പറയണം. മാത്രമല്ല നമ്മൾ തമ്മിലുള്ള പിണക്കമൊക്കെ നിങ്ങളങ്ങ് മറന്നു കളയണം. നമുക്ക് പഴയതുപോലെ പരസ്പരം താങ്ങും തണലുമായിട്ട് അങ്ങ് ജീവിക്കാം. നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളിലാ വലിയ ശ്രദ്ധ. സ്വന്തം കണ്ണില് നിറയെ ചവറ. അത് എടുത്തു കളയാൻ നോക്കാതെ അന്യന്റെ കണ്ണിലെ കരട് നോക്കി നടക്കുക. ആ അത് പിന്നെ ആ കൊച്ചിനോട് എന്റെ സങ്കടം ഒന്ന് പറഞ്ഞേക്കണേ. ഞാനെന്നാ പിന്നെ വരാം കേട്ടോ. ഒന്ന് നിന്നേ. വേണുവാശം തരുന്നതും കൂടെ മേടിച്ചോണ്ട് പോരും രുക്മിണി, അല്ലെങ്കിൽ മോശമല്ലേ? എന്റെ ഭാര്യ രാധമ്മ ഒരു നല്ല തറവാട്ടില് ജനിച്ചവളാ. അതുകൊണ്ട് ഇവൾക്ക് തറവർത്താനൊന്നും പറയാൻ അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ തറവാടിയാണെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് തറയും വേണമെങ്കിൽ കൂതറയാവും. എന്നെ പോലെ. ഇവിടെ എന്റെ മരുമകൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരോടുകൂടി പോയി പറഞ്ഞേക്ക്, ഈ വക വെടിക്കേട്ടുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. പാറ പൊട്ടിക്കുന്ന തോട്ടയെടുത്ത് ഞാൻ തീർത്ത് കളയും. ഓർത്തോ? അകലെ